അതൊന്നും മാറ്റി നല്ല നിലയിലായിട്ട് അവൻ വരട്ടെ. എന്തായാലും ചാരുവിന് 24 വയസ്സ് തികയാതെ അവളുടെ അംബിഷൻ പൂർത്തിയാകാതെ അവൾ വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിക്കില്ല. വിക്രം ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ വൈദു അവനെ നോക്കി അവനൊപ്പം നടന്നു. സഞ്ജു തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും, അതറിയാനായിരിക്കും ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. രാത്രിയിൽ കപ്പയും മുളകുടച്ചതുമാണ് ഉണ്ണിയമ്മ ഉണ്ടാക്കിയത്. വിക്രം അതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടിട്ട് വൈദു ചെറിയൊരു ചിരിയോടെ കഴിച്ചു. രാത്രി റൂമിലെത്തുമ്പോൾ വിക്രം ഷെൽഫിൽ വെച്ചിരുന്ന പത്മനാഭന്റെ ഫോട്ടോസ് നോക്കുകയായിരുന്നു. ഇതെന്തിനീ മെഡലുകളും ട്രോഫികളും ഇങ്ങനെ വാരിക്കൂട്ടിയിട്ടിരിക്കുന്നത്? ഒരു കബോർഡിൽ വാരിയിട്ടിരിക്കുന്ന മെഡലുകൾ നോക്കിക്കൊണ്ട് വിക്രം അവളോട് ചോദിച്ചു. അത് അച്ഛൻ പോയപ്പോൾ പിന്നെ എല്ലാം വാരിക്കൊണ്ട് ഇവിടെ ഇട്ടു. അവൾ വിഷമത്തോടെ പറഞ്ഞു. പോകുമ്പോൾ എല്ലാം ഒരു ബാഗിലെടുത്ത് വെക്ക്, ശ്രീലകത്ത് ആവശ്യത്തിന് സ്ഥലമുണ്ട്. അംഗീകാരങ്ങൾ ഇങ്ങനെ വാരി വലിച്ചിടേണ്ടതല്ല. പിന്നെ തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ അതിങ്ങനെ വെക്കേണ്ടതാണോ? അവൻ പൊടിയടിച്ച് കിടന്ന ഫോട്ടോ കയ്യിലെടുത്തുകൊണ്ട് രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ കണ്ണു നിറഞ്ഞ് അവൾ തലകുനിച്ചു. അച്ഛനെ നോക്കാൻ വയ്യ എനിക്ക്. അവളൊന്ന് വിതുമ്പിയപ്പോൾ അവനൊരു ടവലെടുത്ത് ഫോട്ടോ തുടച്ചു. അവൾ അവൻ്റെ ഓരോ പ്രവൃത്തിയും നോക്കിയിരുന്നു. പഴയൊരു ബാഗ് തട്ടിയെടുത്ത് അവൻ അതെല്ലാം എടുത്ത് അതിൽ വെച്ചു. കിടന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, അവളോട് പറഞ്ഞിട്ട് അവൻ ബാൽക്കണിയിലേക്ക് പോയി. അവിടെ കെട്ടിയിരുന്ന സോപാനത്തിലിരുന്ന് ഫോണിൽ നോക്കിയിരുന്നു. രാവിലെ തന്നെ അവർ തിരിച്ചുപോയി. അന്ന് വിക്രം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോയിരുന്നു. വൈദുവിനെ 2 ദിവസം കഴിഞ്ഞ് വിടാമെന്ന് പറഞ്ഞു. വീണയും ചാരുവും വീണയുടെ തറവാട്ടിൽ പോയി. ശ്രീലകത്ത് ഇപ്പോൾ വൈദുവും ലേഖയും രമയും മാത്രമേ ഉള്ളൂ. ഹാളിലെ സോഫയിലിരുന്ന് വൈദുവിൻ്റെ നീണ്ട മുടി പിന്നിടുകയായിരുന്നു ലേഖ. മോളുടെ കൂട്ടുകാരിയില്ലേ, ആ കൊച്ചെങ്ങനെയാ, പാവമാണോ? ലേഖ അനുവിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് വൈദുവിന് മനസ്സിലായി. പാവമാണമ്മേ, അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. സാധാരണ കുടുംബമാണ്. അനൂപേട്ടൻ ബാങ്കിലാണ് ജോലിക്ക് പോണേ. അച്ചുവിന് വേണ്ടി ആ കുട്ടിയെ ആലോചിക്കാൻ ഒരു താല്പര്യമുണ്ട് എനിക്ക്. പക്ഷേ അച്ചുവിൻ്റെ കാര്യമാണ് സംശയം. അവൻ സമ്മതിക്കുമോ എന്ന് മോൾ അവനോടൊന്ന് സംസാരിക്കണേ. മോള് പറഞ്ഞ് അവൻ സമ്മതിക്കും. വൈദുവിന് വലിയ സന്തോഷം തോന്നി. തനിക്കൊപ്പം അനുകൂടി ഇവിടേക്ക് വന്നാൽ ഞാൻ ഉറപ്പായി സംസാരിക്കാം അമ്മേ. ലേഖ അവളുടെ കവളിൽ തഴുകി. അമ്മേ, നാളെ മുതൽ ഞാൻ ഹോസ്പിറ്റലിൽ പൊയ്ക്കോട്ടെ. അവളുടെ വിഷാദം നിറഞ്ഞ മുഖം കണ്ട് ലേഖയ്ക്ക് ചിരി വന്നു. കെട്ടിയവനെ കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ? ലേഖ പറഞ്ഞപ്പോൾ വൈദു ചമ്മിപ്പോയി. അതല്ലമ്മേ, അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞപ്പോൾ ലേഖ അവളുടെ കവളിൽ പിടിച്ചു വലിച്ചു. മനസ്സിലായിടി കള്ളി, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വീർപ്പ് കൊണ്ടണ്ട, നാളെ മുതൽ പൊയ്ക്കോ. വൈദു ചുവന്ന മുഖത്തോടെ ലേഖയുടെ മടിയിൽ മുഖം പൂഴ്ത്തി. അടുക്കളയിൽ നിന്ന് വന്ന് രമചേച്ചി ചിരിയോടെ രണ്ടുപേരെയും നോക്കി. ഹോസ്പിറ്റലിൽ എത്തിയത് മുതൽ വിക്രം തിരക്കിലായിരുന്നു. അപ്പോഴാണ് അച്ചു അവൻ്റെ ക്യാബിനിലേക്ക് വന്നത്. കുഞ്ഞ, ഇന്നു മുതൽ പുതിയ കാർഡിയോളജിസ്റ്റ് ചാർജ് എടുക്കും. MD എന്ന നിലയിൽ നിന്നെ കാണാൻ എളുപ്പ് വരും. ഏട്ടനെ കണ്ടാൽ പോരെ? വിക്രം താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. പെൺപിള്ളയെ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ കലിപ്പല്ലേ ചക്ക നിനക്ക്? ഹിരൺമയെ കളിയാക്കി പറഞ്ഞപ്പോൾ വിക്രം അവനെ രൂക്ഷമായി നോക്കി. അത്രയ്ക്ക് പൈങ്കിളിയല്ല ഞാൻ എൻ്റെ മോനെ, എല്ലാവരും ഇങ്ങനെ തന്നെ പറയൂ. ഇനി അങ്ങോട്ട് കാണാലോ. അപ്പോഴേക്കും പുതിയ ഡോക്ടർ ക്യാബിൻ തുറന്ന് അകത്തേക്ക് വന്നു. വിക്രം മുഖമുയർത്തി അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ അതിശയമായിരുന്നു. രാഹുൽ, താനോ? വിക്രം ചോദിച്ചപ്പോൾ അവനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് നേരത്തെ അറിയോ? അച്ചു രണ്ടുപേരെയും നോക്കി ചോദിച്ചു. അറിയാമോന്നോ? വളരെ വ്യക്തമായി അറിയാം, അല്ലേ രാഹുൽ? ഏട്ടാ, രാഹുലും ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അതിനുമപ്പുറം മറക്കാൻ കഴിയാത്തൊരു സംഭവം കൂടി സമ്മാനിച്ച ആളല്ലേ? വിക്രം പരിഹാസത്തോടെ പറഞ്ഞു. രാഹുൽ തലകുനിച്ച് നിൽക്കുന്നത് കണ്ട് അച്ചുവിന് സംശയം തോന്നി. വിക്രം, അന്ന് സംഭവിച്ചതൊക്കെ കഴിഞ്ഞു പോയി രാഹുൽ. ഇപ്പോൾ അതൊന്നും ഞാൻ ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടുന്നില്ല. നീ ആർക്ക് വേണ്ടിയാണോ അത് ചെയ്തത്, അവനോട് തന്നെ ഞാൻ ഇപ്പോൾ പകരം വീട്ടിയിരിക്കുകയാണ്. കാരണം എൻ്റെ പ്രണയം അവൻ നിന്നെ വെച്ചില്ലാതാക്കിയപ്പോൾ അവൻ്റെ പ്രണയം ഞാൻ സ്വന്തമാക്കി. ഇന്നെൻ്റെ താലിയുടെ അവകാശിയായി അവൾ ശ്രീലകത്തുണ്ട്. വിക്രം പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ രാഹുൽ ഞെട്ടലോടെ അവനെ നോക്കി. തെറ്റ്, വലിയ തെറ്റാണ് വിക്രം നീ ചെയ്തത്. കാരണം ഇനിയെങ്കിലും എല്ലാ സത്യവും എനിക്ക് തുറന്നു പറയണം. വിക്കി പറഞ്ഞിട്ടല്ല ഞാൻ അങ്ങനെ ചെയ്തത്. വിക്കിക്ക് അതൊന്നും അറിയുക കൂടിയില്ല. ദിശ, അവളോടുള്ള ദേഷ്യത്തിന് ഞാൻ ചെയ്തതാണെല്ലാം. രാഹുലിൻ്റെ തുറന്നു പറച്ചിലിൽ അച്ചു പകപ്പോടെ അവനെ നോക്കി. മനസ്സിലായില്ല, നീ എന്താ പറഞ്ഞു വരുന്നത്? വിക്രം ഗൗരവത്തോടെ അവനെ നോക്കി. കോളേജിൽ വെച്ചുണ്ടായ പ്രശ്നം, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദിശ എന്നെ പരിഹസിച്ചതിന് അവളോട് ഞാൻ ചെയ്ത പ്രതികാരമായിരുന്നു അന്നത്തെ ആ സംഭവം. അതിന് വിക്കിയും നീയും തമ്മിലുള്ള ശത്രുത കൂടിയായപ്പോൾ കാര്യങ്ങൾ എൻ്റെ വഴിക്ക് വന്നു. നിനക്കറിയില്ലേ വിക്രം, ദിശയ്ക്ക് അവളുടെ നിറത്തിലും സ്വത്തിലും ഉണ്ടായിരുന്ന അഹങ്കാരം. കോളേജിൽ വന്നപ്പോൾ ആദ്യമായി എനിക്കിഷ്ടം തോന്നിയത് അവളോടാണ്. നിനക്ക് മുന്നേ ഞാൻ അവളോട് പറയുകയും ചെയ്തു. പക്ഷേ 100 കണക്കിന് കുട്ടികളുടെ മുന്നിൽ വെച്ച് അവൾ എന്നെ നിറത്തിൻ്റെ പേരിൽ അപമാനിച്ചു. അവൾക്കെന്നെ ഇഷ്ടമല്ലെന്ന് സ്വകാര്യമായി പറയാമായിരുന്നു. പക്ഷേ ചെയ്തതോ
നടുമധ്യത്തിൽ എന്നെ പൂർണ്ണ നഗ്നനാക്കുന്നത് പോലെ. അപമാനവും പകയും കൂടിയായപ്പോൾ ചെയ്തതാണ് ഞാൻ. പക്ഷെ അന്ന് എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ വിക്കിയാണ് ചെയ്തതെന്ന് പറഞ്ഞത്. വിക്രം അവൻ പറഞ്ഞ കാര്യങ്ങളിലെ പകപ്പിലായിരുന്നു. കുഞ്ഞ, എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട. ഇവിടെ നിങ്ങൾ ഡോക്ടേഴ്സ് മാത്രമാണ്. ഭൂതകാലം ചികഞ്ഞു നിൽക്കണ്ട. വിക്രം തെറ്റുകാരനല്ലെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അച്ചു രണ്ടാളെയും നോക്കി പറഞ്ഞു. രാഹുൽ അവൻ്റെ റൂമിലേക്ക് പോയപ്പോൾ വിക്രം ആകെ അസ്വസ്ഥനായിരുന്നു. പലവട്ടം വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞത് അവൻ ഓർമ്മ വന്നു. ദിശയുടെ മേന്മ നിനക്കിപ്പോൾ മനസ്സിലായില്ലേ കുഞ്ഞ? ദൈവം നിനക്ക് കാത്തുവെച്ചത് വൈദുവിനെയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനിയും വിക്രത്തിനുള്ള ശത്രുത നിലനിർത്തരുത്. രാധിക ആൻറ്റി അങ്ങനെയാണ് വൈദുവിനെ നോക്കുന്നത്. അവർക്ക് നീ സ്വന്തം മകനെ പോലെ തന്നെയാണ്. അച്ചു അവൻ്റെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞിട്ട് പോയപ്പോൾ വിക്രം ചെയറിൽ ചാരിയിരുന്നു. ഒരുപക്ഷേ സത്യങ്ങൾ അറിഞ്ഞാൽ വൈദുവിൻ്റെ മനസ്സ് വിക്രത്തിലേക്ക് ചായുമോ എന്ന് പോലും അവൻ ഭയന്നുപോയി. അനു സാമ്പിളുമായി ലാബിലേക്ക് പോയപ്പോഴാണ് എതിരെ വന്ന അച്ചുവിനെ കണ്ടത്. ഇന്നലെ വൈദു പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നതും അവൻ അടുത്തു വരുംതോറും സ്വന്തം ഹൃദയമിടിപ്പ് ഉയരുന്നത് അനു തിരിച്ചറിഞ്ഞു. ആഹാ, തന്നെ ഇപ്പൊ കാണാൻ കിട്ടുന്നില്ലല്ലോടോ. കൂട്ടുകാരി ഇല്ലാത്തത് കൊണ്ടാണോ? അച്ചു ചിരിയോടെ ചോദിച്ചപ്പോൾ അനു പരിസരം മറന്ന് വിറയലോടെ അവനെ തന്നെ വായി നോക്കി നിന്നുപോയി. എടോ, താനിത് ഏതു ലോകത്താ? അച്ചു വിരൽ ഞൊടിച്ചപ്പോഴാണ് അനു തലകുലുക്കിക്കൊണ്ട് അവനെ നോക്കിയത്. അത് അത് ഞാൻ ലാബിൽ, അവൾ വിക്കി പറഞ്ഞപ്പോൾ അച്ചു ചിരിച്ചു. അവൻ്റെ ഫോണിൽ കോൾ വന്നപ്പോൾ അവനത് അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് നടന്നു. അനു നെഞ്ചിൽ കൈവച്ച് നിന്നുപോയി. ഓഹോ, കൂട്ടുകാരികൾ മത്സരിച്ചിറങ്ങിയതാണോ ഏട്ടനെ അനിയനെയും വലയിലാക്കാൻ? അവിടുത്തെ സീനിയറായ നേഴ്സ് വിമല പുച്ഛത്തോടെ അവളെ നോക്കി ചോദിച്ചപ്പോൾ അനു രൂക്ഷമായി അവരെ നോക്കി. കൊള്ളാം, ഹോസ്പിറ്റലിൽ ഇവർ ഏറ്റെടുത്തിട്ട് കുറച്ച് മാസേ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഒരുത്തി MD കറക്കിയെടുത്തു. ഇനി തൻ്റെ ലക്ഷ്യം CEO ആണോ? അവർ പരിഹാസത്തോടെ ചോദിച്ചപ്പോൾ അനു പുച്ഛിച്ച് അവരെ നോക്കി. അതെ, അത് തന്നെയാ ഉദ്ദേശം. സിസ്റ്ററിന് അതിന് നഷ്ടമൊന്നുമില്ലല്ലോ. കല്യാണത്തിന് വിളിക്കാം, വന്ന് ഞണ്ണിയിട്ട് പോക്കോ. പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് പോയപ്പോൾ അവർ പല്ല് കടിച്ചുകൊണ്ട് അവളെ നോക്കി നിന്നു. അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ വിക്രം വീട്ടിലെത്തിയിരുന്നു. റൂമിലേക്ക് അവൻ വരുമ്പോൾ വൈദു വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഡ്രസ്സുകൾ മടക്കി വാർഡ്രോബിൽ വെക്കുകയായിരുന്നു. അവൻ വാച്ചടിച്ച് ടേബിളിൽ വെക്കുന്ന ശബ്ദം കേട്ടാണ് വൈദു തിരിഞ്ഞു നോക്കിയത്. അവൾ അത്ഭുതം കൂറുന്ന മിഴികളോടെ അവനെ നോക്കി. എന്നാൽ അവൻ്റെ ശ്രദ്ധ മറ്റെന്തിലും ആയിരുന്നു. എന്തോ ആലോചിച്ചാണ് ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ചു മാറ്റുന്നത്. ശ്രദ്ധയില്ലാതെ അവൻ ആദ്യമായാണ് ഒരു കാര്യം ചെയ്യുന്നതെന്ന് അവൾ അതിശയത്തോടെ ഓർത്തു. ഡോക്ടർ, ചോറെടുക്കട്ടെ? ഞാൻ കുളിച്ചിട്ട് വരാം, താൻ എടുത്തു വയ്ക്കുക. അവൻ അതും പറഞ്ഞ് വാഷ്റൂമിൽ കയറി വാതിലടച്ചു. വൈദു നേരെ താഴേക്ക് പോയി. ലേഖ അപ്പോൾ റൂമിലായിരുന്നു. അമ്മേ, ഡോക്ടർ വന്നു, ചെറിയൊരു സന്തോഷത്തോടെ പറയുന്നവളെ അത്ഭുതത്തോടെ നോക്കിയവർ. ചെക്കൻ ഈ വരവ് പതിവില്ലാത്തതാണല്ലോ, ഇനിയിപ്പോൾ പലതും ആവും. ലേഖ തെല്ലൊരു കളിയാക്കലായി പറഞ്ഞപ്പോൾ വൈദുവിൻ്റെ മുഖത്ത് ചുവപ്പിരച്ചു കയറി. അധികം എരിവ് അവന് വേണ്ടാത്തതിനാൽ ലേഖ അവനോടത് പ്രത്യേകം മാറ്റി വെക്കാറാണ് പതിവ്. ലേഖ ഓരോന്നായി അവളുടെ കയ്യിലെടുത്തു കൊടുത്തു. വിക്രത്തിന് വീട്ടിൽ സ്വയം വിളമ്പി കഴിക്കുന്നതാണത്രേ ഇഷ്ടം. ഇനിയിപ്പോൾ നമുക്കൊന്നിച്ചിരിക്കാം മോളെ. 3 പേർക്കുള്ള പ്ലേറ്റ് എടുത്തു വെച്ചപ്പോൾ വിക്രം ഷോർട്ട്സും ടീഷർട്ടും ഇട്ടുകൊണ്ട് താഴേക്ക് വന്നു. പതിവില്ലാത്ത ഗൗരവമായിരുന്നു അവൻ്റെ മുഖത്ത്. നിങ്ങളിതുവരെ കഴിച്ചില്ലേ? വിക്രം രണ്ടുപേരെയും സംശയത്തോടെ നോക്കി ചോദിച്ചു. ഞങ്ങളിടയ്ക്ക് പറമ്പിൽ നിന്നും എടുത്ത് ചക്കപ്പഴം കഴിച്ചു, വിശപ്പില്ലായിരുന്നു. ലേഖ മറുപടി പറഞ്ഞപ്പോൾ അവനൊന്നും മിണ്ടിയില്ല. വിക്രം ഓരോന്നായി വിളമ്പിക്കഴിക്കുന്നത് വൈദു കണ്ടു. അവൾക്കെന്തോ അവനൊന്ന് വിളമ്പിക്കൊടുക്കാൻ ആഗ്രഹം തോന്നിയെങ്കിലും അത് മനസ്സിലടക്കി വെച്ചു. നീ എന്താ കുഞ്ഞു ഉച്ചയ്ക്ക് തിരിച്ചു വന്നത്? ഇന്ന് പേഷ്യൻസ് കുറവായിരുന്നു. പിന്നെ വൈകിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. 2 ദിവസം കഴിഞ്ഞേ വരൂ. അവനത് പറയുമ്പോൾ അവൾ ഞെട്ടലോടെ അവനെ നോക്കി. കൈകൾ കുഴച്ചു വെച്ച ചോറിൽ തന്നെ തറഞ്ഞിരുന്നു. അതെങ്ങനെ ശരിയാവും? വിവാഹം കഴിഞ്ഞ് 4 ദിവസമായിട്ടുള്ളൂ. നീ ഒറ്റയ്ക്കങ്ങ് പോയ മോളോ? ലേഖ അല്പം ദേഷ്യത്തോടെ അവനെ നോക്കി ചോദിച്ചു. ഇത് പേഴ്സണൽ കാര്യമല്ല, ബിസിനസ് കാര്യമാണ്. അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ എണ്ണീറ്റ് കൈ കഴുകാനായി പോയി. വീണ്ടും പഴയ കാലത്തേക്ക് അവളുടെ ചിന്തകൾ പോയിരുന്നു. ഇതുപോലെയായിരുന്നു വിക്രവും ചെയ്തത്. അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ആഹാരം പോലും തൊണ്ടക്കുഴിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാത്തതുപോലെ. മോക്ക് വേണ്ടെങ്കിൽ എണ്ണീറ്റോ? ലേഖ അവളെ നോക്കി അലിവയോടെ പറഞ്ഞപ്പോൾ അവരെ നോക്കിയൊന്ന് കണ്ണു ചിമ്മിക്കൊണ്ട് വൈദു എണ്ണീറ്റു. റൂമിലേക്ക് ചെല്ലുമ്പോൾ വിക്രം ട്രാവലർ ബാഗിലേക്ക് 2-3 ഡ്രസ്സുകൾ അടുക്കി വെക്കുകയായിരുന്നു. അവൾക്ക് സങ്കടം വന്നു മൂടി. അറിയാം, അവൻ്റെ ഭാവങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നത്. ഒരിക്കലും സ്ഥിരമായൊരു ഭാവം ആ മുഖത്ത് കാണാറില്ല. ചിലപ്പോൾ തോന്നും ഒരുപാട് സ്നേഹമുണ്ടെന്ന്, ചിലപ്പം അതിനേറെ വെറുപ്പാണെന്നും. അവൾ ചുവരിൽ ചാരി നിന്നു. തൻ്റെ 1-2 ജോഡി ഡ്രസ്സുകൾ എടുത്തു വയ്ക്കുക, ദാ ഈ ബാഗിൽ. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ പകപ്പോടെ നിന്നു.
തനിക്ക് ചെവി കേൾക്കലേ? അവനൊന്നുകൂടി അമർത്തി ചോദിച്ചപ്പോൾ വൈദ്യു സ്വബോധത്തിലേക്ക് വന്നു. അത് ഡോക്ടർ ഒറ്റയ്ക്കല്ലേ പോകുന്നെന്ന് പറഞ്ഞേ? അല്പം പേഴ്സണലാവതിൽ തെറ്റുണ്ടോ ഭാര്യയെ? അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് വിക്രം പറഞ്ഞപ്പോൾ അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി. പെട്ടെന്ന് എടുത്തു വയ്ക്ക്. അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് ബാഗിൻ്റെ സിബ് വലിച്ചിട്ടു. വൈദ്യുവിന് സന്തോഷം കൊണ്ട് തൊണ്ടയിടർന്നതുപോലെ. അവൾ ടോപ്പും പാൻറ്റും സാരിയും എടുത്തു വെച്ചു. പിന്നെ മൊബൈൽ ചാർജറും തൈറോയിഡിൻ്റെ ടാബ്ലറ്റും വേഗം എടുത്ത് താഴേക്ക് ഓടിയപ്പോൾ ലേഖ അടുക്കളയിൽ ചായ ഇടുന്ന പണിയിലായിരുന്നു. വൈദ്യു ഓടി വന്ന് ലേഖയെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു. ലേഖ അമ്പരപ്പോടെ അവളെ നോക്കി. ആഹാ, വിഷമിച്ച് മുകളിലേക്ക് പോയ പെണ്ണ് തന്നെയാണോ ഇത്? ലേഖ കളിയായി ചോദിച്ചു. അമ്മേ, ഡോക്ടർ എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് കൊച്ചുകുട്ടിയെപ്പോലെ സന്തോഷത്തോടെ പറയുന്നവളെ ചെറിയൊരു നോവോടെ നോക്കി ലേഖ. എനിക്കറിയാം ചെറുക്കൻ നീയില്ല, നീ എങ്ങോട്ട് പോയില്ലെന്ന്. കല്യാണം ആലോചിച്ചപ്പോൾ ഇവിടെ കിടന്ന് തുള്ളിയ ചെറുക്കന് അന്ന് ഇപ്പം കണ്ടില്ലേ? തുള്ളിയെന്നോ? വൈദ്യു സംശയത്തോടെ ചോദിച്ചു. അന്ന് ഞാൻ മോളെ കാണാൻ വീട്ടിൽ വന്നില്ലേ? അന്ന് ഞാനായിരുന്നു അങ്ങനെ ചോദിച്ചത്. അന്ന് നിങ്ങൾ തമ്മിൽ കീരിയും പാമ്പുമായിരുന്നല്ലോ. അതുകൊണ്ട് ആ ദേഷ്യത്തിന് ഈ വീടെടുത്ത് തിരിച്ചു വെച്ചു. പിന്നെ ഞാൻ കരഞ്ഞു പിണങ്ങി നടന്നപ്പോഴാണ് സമ്മതം പറഞ്ഞത്. ഹൃദയത്തിൽ എവിടെയോ ഒരു മുറിവുണ്ടായത് വൈദ്യു തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇഷ്ടമുണ്ടായിട്ടല്ല വിവാഹം കഴിച്ചത്. ഇത്രയും നേരം ഹൃദയത്തിൽ അലതല്ലിയ സന്തോഷത്തിൻ്റെ തിരിനാളം എവിടെയോ കെട്ടുപോയതുപോലെ. മോള് പോയി റെഡിയായിട്ട് വാ, അമ്മ ചായ എടുക്കാം. ലേഖ തിരിഞ്ഞ് ജോലി ചെയ്യുമ്പോഴും മനസ്സിൽ നോവി കിനിങ്ങി തുടങ്ങിയിരുന്നു. വൈദ്യു റെഡിയായി വരുമ്പോൾ അച്ചു എത്തിയിരുന്നു. കയ്യിൽ അവൾക്കായി ഒരു സ്വീറ്റ് ബോക്സ് ഉണ്ടായിരുന്നു. ചാരു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇത് മോൾക്ക് കിട്ടില്ലായിരുന്നു. മധുര കുതിച്ചിയ പെണ്ണ്. അച്ചു ചിരിയോടെ പറഞ്ഞപ്പോൾ ചാരുവിൻ്റെ അഭാവം വൈദ്യു അറിയുന്നുണ്ടായിരുന്നു. ടീഷർട്ടും ജീൻസും ഇട്ട് ചുമലിൽ ട്രാവൽ ബാഗും തൂക്കി വരുന്നവനെ വൈദ്യു കണ്ണുമിഴിച്ചു നോക്കിപ്പോയി. ഇതുവരെ താൻ കണ്ടിട്ടുള്ള ആ ഗൗരവക്കാരനല്ലായിരുന്നു അവനപ്പോൾ. വൈദ്യു ഒരു കുർത്തയും പാൻറ്റുമായിരുന്നു ഇട്ടിരുന്നത്. എസ്റ്റേറ്റിൽ പോയി ആദ്യം കണക്ക് നോക്കണ്ട കേട്ടോ, സാവധാനം മതി. അച്ചു അവനെ ഓർമ്മിപ്പിക്കുമ്പോൾ ശാന്തിപുരത്തേക്കാണ് പോകുന്നത് എന്ന് വൈദ്യുവിന് മനസ്സിലായി. കണക്ക് നോക്കാനല്ലേ പോകുന്നത്? ഇന്ന് തുടങ്ങിയാലേ തീരൂ, വിക്രം ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അച്ചു അവനെ നോക്കി പല്ലു കടിച്ചു. ഞാൻ ഒന്നും പറയുന്നില്ല, എൻ്റെ പെങ്ങള് വെച്ചിട്ട് മര്യാദയ്ക്ക് പോയതുപോലെ കൊണ്ടുവന്നോണം. വൈദ്യുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ചു പറയുമ്പോൾ വിക്രം പുച്ഛത്തോടെ ചുണ്ടുകൊണ്ടു. അമ്മേ, പോയിട്ട് വരാം. വിക്രം ലേഖയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സൂക്ഷിച്ചു പോയിട്ട് വാ. ലേഖയെ വൈദ്യു കെട്ടിപ്പിടിച്ചു. ലേഖ അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്ത് അവളെ നോക്കി. പോയിട്ട് വരേട്ടാ. അച്ഛനോട് യാത്ര പറഞ്ഞ് അവർ മുറ്റത്തേക്കിറങ്ങി. കാറ് ഗേറ്റ് കടന്നു പോകുമ്പോഴും അവൾ കണ്ടിരുന്നു മുറ്റത്ത് തങ്ങളെ നോക്കി നിൽക്കുന്ന അമ്മയെയും ഏട്ടനെയും. നമ്മൾ ശാന്തിപുരത്തേക്കാണോ പോകുന്നത്? അവൾ കുറച്ചു ദൂരം ചെന്നപ്പോൾ വിക്രത്തോട് ചോദിച്ചു. അവനൊന്ന് മൂളിക്കൊണ്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധ പതിപ്പിച്ചു. പെട്ടെന്ന് തീരുമാനിച്ചതാണോ? അവൻ പിന്നെയും മൂളിയപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. കൈകെട്ടി അവൾ സീറ്റിൽ ചാരി കിടന്നു. അത് കണ്ട് വിക്രത്തിനും ചിരി വന്നു. വിട്ടുപോത്ത്, അവൾ പിറുപിറുത്തു. അത് നിന്റെ എക്സ്, ഞാനല്ല. അവൻ കേട്ടെന്ന് മനസ്സിലായപ്പോൾ നാക്ക് കടിച്ച് അവൾ മിണ്ടാതിരുന്നു. കാട്ടുപോത്ത്, കടുവ, കാണ്ടാമൃഗം, വെട്ടുപോത്ത്, ഇനി എന്തെങ്കിലും പേരുകൂടിയുണ്ടോ? ഒരു സൂതന പോരട്ടെ. താൻ വിളിക്കുന്ന പേരൊക്കെ അവൻ കേൾക്കുന്നുണ്ടെന്നോർക്കെ അവൾക്ക് ജാള്യത തോന്നി. അവൾ ഇടം കണ്ണിട്ട് അവനെ നോക്കി. നാളെ മുതൽ പുതിയ പേരുകൾ കണ്ടെത്തി തരും. നിന്നിലൊന്നും പുതിയ ശബ്ദങ്ങൾ കേൾക്കും. അവൻ ഹസ്കി വോയിസിൽ അവളുടെ കാതോരം ചുണ്ടടിപ്പിച്ചു പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ ചികഞ്ഞു നോക്കുകയായിരുന്നു അവൾ. ശാന്തിപുരത്ത് എത്തുന്നതുവരെ കോടമഞ്ഞ് അരിച്ചിറങ്ങിയ തേയിലക്കാടുകൾക്കിടയിലെ മരംപാമ്പ് പോലെ പുളഞ്ഞു കിടക്കുന്ന റോഡിലൂടെ അവൻ്റെ കാർ മുന്നോട്ട് നീങ്ങി. അവരന്നു താമസിച്ച അവരുടെ വില്ലയിലേക്കാണ് വിക്രം കാർ കയറ്റിയത്. വൈദ്യുവിൻ്റെ ഓർമ്മകൾ അന്ന് ക്യാമ്പിന് വന്ന ദിവസത്തിലേക്ക് പോയി. അന്നത്തെ ദിവസമായിരുന്നു വിക്രത്തെ ആദ്യമായി കാണുന്നതും വഴക്കുണ്ടാക്കുന്നതും. അവർ ഡോറ് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ ലീല ചേച്ചി അവരെ അതിശയത്തോടെ നോക്കി. സാറിൻ്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ലായിരുന്നു, പക്ഷെ ഇത് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്മിൽ അന്നേ ഇഷ്ടത്തിലായിരുന്നു അല്ലേ? സാറന്ന് മോളെ എടുത്തോണ്ട് കിടത്തിയപ്പോഴേ എനിക്ക് തോന്നിയതാ, ലീല നാണത്തോടെ പറഞ്ഞപ്പോൾ വൈദ്യു ചൂളിപ്പോയി. അവളൊന്ന് ചിരിച്ചു കാണിച്ചു. പക്ഷേ വിക്രത്തിന് പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ല. അവിടെ പിന്നെ അങ്ങനെയാണല്ലോ. ചേച്ചി, ഫുഡ് റെഡിയല്ലേ? വിക്രം അവരോട് ചോദിച്ചു. എല്ലാം റെഡിയാണ്. ശരി, എങ്കിൽ ചേച്ചി പൊയ്ക്കോളൂ. വിക്രം പറഞ്ഞപ്പോൾ ലീല ചേച്ചി നാണത്തോടെ തലകുലുക്കിക്കൊണ്ട് പോയപ്പോൾ വൈദ്യു മുഖം ചൊളിച്ച് അവരെ നോക്കി. ഇതിപ്പോൾ ഞാൻ അവരെ കിട്ടിയതുപോലെയാണല്ലോ അവരുടെ നാണം, വിക്രം കൈമലർത്തി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയപ്പോൾ വൈദ്യു ചിരിച്ചുപോയി. അന്ന് വിക്രം താമസിച്ചിരുന്ന വില്ലയിലേക്കാണ് അവർ കയറിയത്. ഇവിടെ തങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളെന്നോർത്തപ്പോൾ വൈദ്യുവിന് ആകെ പരവേശം തോന്നിപ്പോയി. ബാഗ് കൊണ്ടുപോയി റൂമിൽ വെച്ചിട്ട് വാ.
നമുക്ക് കുറച്ച് നടന്നിട്ട് വരാം. വിക്രം ഫുഡി വലിച്ചുവിട്ട് കൊണ്ട് പറഞ്ഞപ്പോൾ വൈദു റൂമിൽ കൊണ്ടുപോയി ബാഗ് വെച്ചിട്ട് സ്വെറ്റർ എടുത്തിട്ട് കൊണ്ടുവന്നു. കാർ എടുക്കാതെ നടന്നാണ് പോയത്. മരം കോച്ചുന്ന തണുപ്പിൽ മേലാകെ കുളിര് പാകിയപ്പോൾ വൈദു അറിയാതെ അവനോട് ചേർന്ന് നടന്നു. പെട്ടെന്നായിരുന്നു വിക്രം അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചത്. അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി. ഇരുവരുടെയും മിഴികൾ പരസ്പരം കൊരുത്തു. പിന്നെ മുന്നോട്ട് നടന്നു. കോടമഞ്ഞ് കനത്തു തുടങ്ങി. ചെറിയ ചാരൽ മഴ വീശുന്നുണ്ട്. 7 വർഷമായി അച്ഛൻ ഈ എസ്റ്റേറ്റ് വാങ്ങിയിട്ട്. അന്ന് കടം കൂടി വാങ്ങിയിട്ടാണ് ഇവിടെ വാങ്ങിയത്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അച്ഛനിവിടെ. ഞാനും ഏട്ടനും ഇടയ്ക്ക് വന്ന് താമസിക്കാറുണ്ട്. ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. കോടമഞ്ഞും ഈ ചെറിയ ചാറ്റൽ മഴയും തളിരണിഞ്ഞു നിൽക്കുന്ന തേയിലക്കാടുകളും എല്ലാം. വിക്രം അവളുടെ കയ്യിൽ കോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. വൈദു അവനെ തന്നെ നോക്കി നടന്നു. അവനോട് ചേർന്ന് നടക്കുമ്പോൾ ഉള്ളിലൊരായിരം ചിത്രശലഭങ്ങൾ പാറി നടക്കുന്നത് പോലെ അവൻ്റെ കയ്യിൽ അവൾ മുറുക്കി പിടിച്ചു. വിക്രം അവളെ നോക്കി. ആ കണ്ണുകളിൽ മറ്റെന്തോ ഭാവമാണെന്ന് വിക്രം മനസ്സിലാക്കി. അതെ, പ്രണയത്തിൻ്റെ ഭാവം. തനിക്കായി ആദ്യമായി അവളുടെ കണ്ണുകളിൽ കണ്ട പ്രണയത്തിളക്കം. വിക്രം മുന്നോട്ട് നീങ്ങി. അവിടെയുള്ളൊരു പാറക്കെട്ടിൽ അവർ ഇരുന്നു. ചുറ്റും തേയിലക്കാടുകളാണ്. അങ്ങകലെ ഒരു മലയിൽ നിന്നും വെളുത്ത ചാലുകളായി അരുവി താഴേക്ക് പതിക്കുന്നുണ്ട്. വൈദുവിന് കുളിർന്നു. ശരീരം മഞ്ഞിൻ തണുപ്പിൽ കുളിർന്നതോടൊപ്പം മനസ്സ് പ്രണയത്തണുപ്പിൽ കുളിരുന്നുണ്ട്. അരികിൽ പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യം. ഇത്ര വേഗം താൻ അവനിൽ അടുത്തുവോ? അവനു വേണ്ടി തൻ്റെ വാടിയിൽ പ്രണയത്തിൻ്റെ പുഷ്പങ്ങൾ വിടർന്നുവോ? അവൾ സ്വയം ചോദിച്ചുപോയി. അവളുടെ മിഴികൾ വിശ്രമമില്ലാതെ തന്നിലേക്ക് പതിക്കുന്നത് കണ്ട് വിക്രം എഴുന്നേറ്റു. അവളുടെ മുഖം നിരാശയിൽ കൂപ്പുകുത്തി. മുന്നിലേക്ക് നീണ്ടുവന്ന് അവൻ്റെ കൈകളിലേക്ക് അവൾ നോക്കി.